വാസു, പണം സമ്പാദിക്കാനല്ല ഞാൻ ഈ ചിട്ടി തുടങ്ങുന്നത്. നാണയക്കാരെ തോൽപ്പിക്കണം. കഴിയുന്നതും അവരുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മളും തുടങ്ങണം. പെട്ടെന്ന് സാധിക്കുമോ സാർ? വെറുതെ ഓഫീസ് തുറന്നാ പോരല്ലോ, ചിട്ടിയെ ചില ആളെ കിട്ടണ്ടേ? അതിനാണ് വാസുവിന്റെ സഹായം എനിക്ക് വേണ്ടത്. നാണയത്തിൽ നിന്നുകൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. കാൻവാസിംഗ് ഏജന്റ്മാർക്ക് അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്മീഷൻ ഞാൻ തരാം. കമ്പനി അറിഞ്ഞാൽ? അറിയുമ്പോഴല്ലേ. അന്നു മുതൽ നീ എന്റെ സ്ഥിരം ശമ്പളക്കാരനായിരിക്കും. ക്ലർക്കൽ സ്റ്റാഫായിട്ടല്ല, മാനേജറായിട്ട്. എന്താ? ശരി സാർ. കുർസി പർ കിതാബ് കെ കുർസി അർത്ഥം പറയൂ രാജു. കുർസി തന്നോട് ആര് ചോദിച്ചു? അമ്മ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ പദ്യം കാണാപ്പാടം പഠിച്ചു ചൊല്ലാതെ ഈ വീട്ടിൽ നിന്നും ജലപാനം കിട്ടത്തില്ല. ആരാ എഴുതിക്കോളൂ. കുർ ഇർ സി കുർസി കുർസി. വരുമ്പോ എന്റെ ചായ. സമ്മതിക്കില്ല, താൻ വളരെ പിന്നില്ല. ലിക്കോ കുർസി കുർ സി സി. മമ്മി പറഞ്ഞിട്ടില്ലേ മോനോട് അടുക്കളയിൽ വരരുതെന്ന്? ചായ ഇപ്പൊ തരാം. അയ്യോ, അത് കഴിക്കരുത് കുഞ്ഞെ, പട്ടിക്ക് വയറിളക്കാനുള്ള മരുന്നാ. എന്താ ഇതിന് ചൊവ്വ? അയ്യോ, ഇതിൽ പാതിയില്ലല്ലോ. കുർസി പർ കുർസി പർ. എവിടെ സ്ഥലം? കൊച്ചമ്മേ, ഇതിൽ പാതി കാണുന്നില്ല. ബാബു, രാജു, മാസ്റ്ററേയും കാണുന്നില്ലല്ലോ. ബാബു, എന്താ വേണ്ടേ? ഐസോ? ഇത് മോന്തിന്, ഇത് മോന്തിന്. നമ്മുടെ മക്കളെ കാണാനില്ല. നീ വിഷമിക്കാതെ, അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. രാജു, ബാബു, പൈസ പൈസ ഇല്ല. പൈസ ഇല്ല. പൈസ ഇല്ലയോ? പിന്നെ എന്തിനാ മേടിച്ചു തിന്നേ? നിങ്ങൾ എവിടത്തെയാ? കുരുത്തം കേട്ട പിള്ളേര്. ഊരാ കുപ്പായം, ഊരാ ഊരാ. ബാബു, രാജു, ഇവിടെ ആരും വിട്ടേ. ഒന്ന് തുറക്കണേ, ഒന്ന് തുറക്കണേ. എന്താ മാഷേ? മാഷൊന്നുമല്ല, ഇന്നത്തോടെ ആ പണി ഞാൻ നിർത്തി. എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മനുഷ്യ കുട്ടികളല്ല, എന്തത് മൃഗങ്ങൾ. എന്താടാ ഇത്? ഇവിടെ വാടാ. നിങ്ങളുടെ ഉടുപ്പ് എവിടെ? എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? അടിക്കണ്ട, അവരെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ച അവരെവിടെ എവിടെയെങ്കിലും ബോഡി സ്കൂളിലാക്കണം. ശരിയാണ് സുമതി. മോൻ നന്നായി പഠിക്കണം. വരൂ, സമയമായി.